നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. കവിതയുടെ പേര് നോവ്. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും ആദികളും വ്യാധികളും സന്തോഷവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ഹൃദയവും പേറി നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പല വിധത്തിലുള്ള നൊമ്പരങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. അതിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മഥിച്ച ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത രചിച്ചത്. ഒരുപാട് സുഹൃത്തുക്കൾ 10-30 വർഷം വിദേശത്ത് പലയിടങ്ങളിലായി ജോലി ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയവരും പരിചയപ്പെട്ടവരുമായിട്ടുള്ള വിവിധ ലോകത്തുള്ളവർ, സ്പെയിൻകാരും യൂറോപ്യൻസും അമേരിക്കക്കാരും ലണ്ടൻകാരും സൊമാലികളും അങ്ങനെ ഈ ഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ആളുകളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും കൺസ്ട്രക്ഷൻ ഫീൽഡായതുകൊണ്ട് പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒടുവിൽ ഞാൻ UAE അലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അലൈൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ്, 5-6 വർഷം കൊണ്ട് തീർക്കാവുന്ന ഒരു വലിയ പ്രോജക്റ്റ്, അതെല്ലാം പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഞാൻ ഡോക്യുമെൻ്റ് കൺട്രോളറായി വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് 2014 ദുബായിലെ വേറൊരു പ്രോജക്റ്റിൽ നിന്നും നിർബന്ധമായി ആ പ്രോജക്റ്റിൽ നിന്ന് മാറി ആ പ്രോജക്റ്റിലെ പ്രോജക്റ്റ് മാനേജറുടെ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പോവുകയും അങ്ങനെ ആ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ചേരുകയും ചെയ്തു. അന്ന് താമസം മലയൻ സിറ്റിയിലാണ്. അങ്ങനെ 2014 ഏതോ ഒരു വെള്ളിയാഴ്ച അവിടുത്തെ പാർക്കിലിരിക്കുമ്പോൾ ഞാൻ അപ്രതീക്ഷിതമായി ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു, സഞ്ജു ചെറുവത്താനി. അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം സ്ഥലം ചോദിച്ചു. വീടും നാടും കുലവും വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ സംസാരിച്ചു. ആ രാത്രി അവിടുന്ന് പിരിഞ്ഞു. വെള്ളിയാഴ്ചയാണ്. രാവന്തിയോളം സംസാരിച്ചിരിക്കാം. പ്രോജക്റ്റിൽ ചെന്നാൽ അവിടെ കൂടുതലും പല രാജ്യക്കാരാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആയതിൽ കുറച്ച് മലയാളികളുണ്ടെങ്കിലും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത് സ്പാനിഷുകാരും സിറിയക്കാരും UK അങ്ങനെ പലരുമായിട്ടാണ്. അപ്പോൾ അവിടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ സംസാരിക്കാറില്ല. രാവിലെ 7 മണിക്ക് പോകുന്നു, രാത്രി 7 മണി 8 മണിയോട് അടുപ്പിച്ച് തിരിച്ചു വരുന്നു. 10-12 മണിക്കൂറുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലെ വർക്കും അതിൻ്റെ ടെൻഷൻസും അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പോൾ അവിടെ വ്യക്തിബന്ധങ്ങൾക്കും കഥകൾക്കും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും പെട്ടെന്ന് എത്തിച്ചേരണേ എന്നുള്ള മനസ്സിൻ്റെ തോന്നൽ, മനസ്സിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു വെള്ളിയാഴ്ച പിറക്കുമ്പോൾ ആ ദിവസം വാഷിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം 3-3:30 മണിയോടുകൂടി എൻ്റെ റൂമിൽ നിന്ന് ഞാനും സഞ്ജുവിൻ്റെ റൂമിൽ നിന്ന് സഞ്ജുവും അവിടെ എത്തി. ഞങ്ങൾ രാവന്തിയോളം 10-11 മണി വരെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകുമ്പോൾ രണ്ടുപേർക്കും സങ്കടമാണ്. എന്നുവെച്ചാൽ ഇനി ഒരാഴ്ച കഴിയണം പരസ്പരം കാണാനും സംസാരിക്കാനും. അങ്ങനെ അനുസ്യൂതമായിട്ടുള്ള ആ ബന്ധം ഇന്നും തുടരുന്നു. ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടാണ് അമ്മയോടോ അച്ഛനോടോ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ പറയാവുന്ന
നമ്മളെ മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ സുഹൃത്ത് ബന്ധമാകുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് എന്തും ചർച്ച ചെയ്യാം, നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാം ചർച്ച ചെയ്യാം. അതിൽ നിന്നെല്ലാം വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയും. ഈ 2014 മുതൽ ഈ 2024 വരെയുള്ള 10 വർഷ കാലയളവിൽ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ദേഷ്യം വരുമ്പോൾ പല തെറികളും ദേഷ്യപ്പെടലും ഒക്കെ ചെയ്യുമെങ്കിലും എല്ലാം ക്ഷമയോടുകൂടി കേട്ട് അതിന് വളരെ കുറച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം. 2019 ഞാൻ അവിടം വിടുമ്പോൾ എന്നെ യാത്രയക്കാനായിട്ട് വന്ന സഞ്ജു എന്നുള്ള വ്യക്തിയും ഞാനും തമ്മിൽ കണ്ട ശേഷം ഞാൻ ദുബായ് എയർപോർട്ടിലേക്ക് ബസ്സിൽ കയറാൻ സമയത്ത് കണ്ണിൽ നിന്നും പൊഴിഞ്ഞു വീണ കണ്ണുനീർ കണങ്ങൾ സഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് നിയന്ത്രിക്കാനേ ആയില്ല. ബസ് അവിടെ നിന്നും അനയിൽ നിന്നും ബസ്സിൽ ദുബായിലേക്ക് പോകുന്ന ആ യാത്രയിൽ ശരിക്കും മനസ്സ് തകർന്ന ഒരവസ്ഥയായിരുന്നു. സ്നേഹബന്ധങ്ങളുടെ നിറക്കൂട്ട് കൂട്ടുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് നിയന്ത്രിക്കാനേ ആയില്ല. ബസ് അവിടെ നിന്നും അനയിൽ നിന്നും ബസ്സിൽ ദുബായിലേക്ക് പോകുന്ന ആ യാത്രയിൽ ശരിക്കും മനസ്സ് തകർന്ന ഒരവസ്ഥയായിരുന്നു. സ്നേഹബന്ധങ്ങളുടെ നിറക്കൂട്ട് കൂട്ടുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇന്ന് അദ്ദേഹം നാട്ടിലുണ്ട്. അദ്ദേഹം എപ്പോഴും അരയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സുഹൃത്ത്, നൂറുകണക്കിന് സുഹൃത്തുക്കളുണ്ടെങ്കിലും മനസ്സിൻ്റെ അധോമണ്ഡലത്തിലും ഉപരിമണ്ഡലത്തിലും എല്ലാം സ്നേഹത്തിൻ്റെ വാകച്ചാർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിൻ്റെ പര്യായമായ ഒരു വ്യക്തിയാണ് സഞ്ജു. അങ്ങനെ അന്ന് അവിടെ നിന്ന് പിരിയുമ്പോൾ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ, അതാണ് ഈ കവിതയ്ക്ക് ആധാരം. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട്. ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നല്ല വ്യക്തിത്വം. കുടുംബസമേതം കുന്തംകുളത്തിനടുത്ത് ഉള്ള വീട്ടിൽ കഴിയുന്നു. ഈ കവിത ആ കണ്ണുനീർ തുള്ളികളുടെ ഓർമ്മയിൽ രചിച്ചതാണ്. സ്നേഹത്തോടെ അതിലെ 2 വരികൾ ഞാനിവിടെ ആലപിക്കാം. അതിനുശേഷം എൻ്റെ വിഷ്വൽസും ഇതെല്ലാം നിങ്ങൾ കാണുക. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു, പലതും പറയാത്തതും മാനം കൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു, പലതും പറയാത്തതും മനം കൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം. അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം. ഇത് രാഗത്തിലൊന്നുമല്ല ആലപിച്ചത്. പക്ഷേ ഇതിൽ ആ നോവിൻ്റെ സ്പർശനമുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു,
വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു. പലതും പറയാത്തതും മനം കൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു. പലതും പറയാത്തതും മനം കൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ അറിയാതൂർന്നു വീഴുന്നു നോവിൻ സ്പർശം. മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ അറിയാതൂർന്നു വീഴുന്നു നോവിൻ സ്പർശം. നോവ് അനുഭവിച്ചിടുകിൽ ഭാവിതൻ തേരിൽ തേരാളി വേണ്ട. നോവ് അനുഭവിച്ചിടുകിൽ ഭാവിതൻ തേരിൽ തേരാളി വേണ്ട. നയിക്കാൻ ഓർമ്മയുടെ കടിഞ്ഞാൺ മാത്രം മതിയൻ കാലമേ. നയിക്കാൻ ഓർമ്മയുടെ കടിഞ്ഞാൺ മാത്രം മതിയൻ കാലമേ. അനുഭവങ്ങളുടെ അനന്തമായി മനസ്സിൽ കിടന്നു മയങ്ങുന്നു. അനുഭവങ്ങൾ അനന്തമായി മനസ്സിൽ കിടന്നു മയങ്ങുന്നു. കാളകൂട വിഷം കണക്കെ ചൊല്ലാവതല്ല എങ്ങനെയെന്ന്. കാളകൂട വിഷം കണക്കെ ചൊല്ലാവതല്ല എങ്ങനെയെന്ന്. നോവിൻ തുടുപ്പ് മനസ്സും ശരീരവും ഏറ്റെടുത്തു നടക്കുന്നു. നോവിൻ തുടുപ്പ് മനസ്സും ശരീരവും ഏറ്റെടുത്തു നടക്കുന്നു. ലോകത്തിൻ മുന്നിൽ പ്രതിബിംബമായി പ്രതിഫലിപ്പിക്കാൻ നോവിൻ തുടുപ്പ് മനസ്സും ശരീരവും ഏറ്റെടുത്തു നടക്കുന്നു. ലോകത്തിൻ മുന്നിൽ പ്രതിബിംബമായി പ്രതിഫലിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നു മനുഷ്യകുലം ഒപ്പം അനുഭവങ്ങളും. വെമ്പൽ കൊള്ളുന്നു മനുഷ്യകുലം ഒപ്പം അനുഭവങ്ങളും. നോവില്ലാത്ത മനുഷ്യകുലമില്ല എന്ന് പറഞ്ഞു വയ്ക്കാം. നോവില്ലാത്ത മനുഷ്യകുലമില്ല എന്ന് പറഞ്ഞു വയ്ക്കാം. നാടിച്ചില്ലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം പോലെ വെമ്പൽ കൊള്ളുന്നു മനുഷ്യകുലം ഒപ്പം അനുഭവങ്ങളും. നോവില്ലാത്ത മനുഷ്യകുലമില്ല എന്ന് പറഞ്ഞു വയ്ക്കാം. കണ്ണാടിച്ചില്ലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം പോലെ ദീപ്തമായി മിന്നുന്നു നോവ് എന്ന പ്രിയ സമസ്യകൾ. കണ്ണാടിച്ചില്ലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം പോലെ ദീപ്തമായി മിന്നുന്നു നോവ് എന്ന പ്രിയ സമസ്യകൾ. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു. പലതും പറയാത്തതും മനസ്സുകൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. വാക്കുകൾ വാചാലമാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നു. പലതും പറയാത്തതും മനം കൊണ്ട് പുറമേക്ക് ഗമിക്കുന്നു. മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നെരിഞ്ഞമരുമ്പോൾ അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം. മനസ്സ് സുഖദുഃഖങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം. ഞെരിഞ്ഞമരുമ്പോൾ അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം. ഞെരിഞ്ഞമരുമ്പോൾ അറിയാതോർന്നു വീഴുന്നു നോവിൻ സ്പർശം.